പ്രപഞ്ചത്തിന്റെ പൊരുൾ ധ്യാനത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ഭാരതദേശം ആധ്യാത്മിക ജ്ഞാനത്താൽ പ്രകാശിതമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ആധ്യാത്മികതയുടെ ബ്രഹ്മതത്വത്തിന്റെ പ്രതീകങ്ങളാണ് ദേവാലയങ്ങൾ. ഈ ദേവാലയങ്ങൾക്ക് മേൽ ശിഥിലീകരണ ശക്തികളുടെ ആക്രമണങ്ങളും പതിവായിരുന്നു. കുംഭകോണം, ആർക്കോണം, മധുര, സോമനാഥ്, വാരണാസി, ഒറുഗള്ളു, മഹാബലിപുരം, പുരി, ഹംപി, ലേപാക്ഷി, അങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എത്രയോ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. ഇതൊക്കെയും ചരിത്ര പുസ്തകം എഴുതപ്പെടുന്നതിനും എത്രയോ മുൻപാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പോലും നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ലോക മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞ അക്ഷർധാം ക്ഷേത്രാക്രമണം. ക്ഷേത്രങ്ങൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം നടത്തുന്നവരെ തുണ്ടം തുണ്ടമായി വെട്ടി അറിയുകയാണ് വേണ്ടത്. ശാന്തി 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 ശാന്തി. ഇങ്ങനെ എപ്പോഴും ശാന്തി ശാന്തി എന്ന് പറഞ്ഞതുകൊണ്ടാ ആദ്യകാലം മുതലേ നമ്മുടെ മഹാക്ഷേത്രങ്ങളെല്ലാം ഇവിടെ വന്നു പോയവരെല്ലാം കൂടി ഒന്നൊന്നായി തച്ചു തകർത്തിട്ട് പോയത്. നിങ്ങൾ ഇനിയും ഇങ്ങനെ ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഭാരതദേശത്തിൽ ഇനിയുള്ള 138 ദിവ്യക്ഷേത്രങ്ങളും ചരിത്രത്തിലും ഫോട്ടോകളിലും ഒക്കെ അല്ലാതെ നേരിൽ കാണാനുണ്ടാവില്ല. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ എങ്ങനെ സംരക്ഷിക്കും? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? മുൻകാലങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ധീരന്മാരായ ക്ഷേത്രപാലകരുണ്ടായിരുന്നു. അതുപോലുള്ള ക്ഷേത്രപാലകരെ ഇപ്പോഴും നമ്മൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. ക്ഷേത്രപാലകരെന്ന് വെച്ചാൽ ക്ഷേത്രത്തെയും ക്ഷേത്ര പവിത്രതയെയും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാനും വേണ്ടി വന്നാൽ ജീവൻ എടുക്കാനും കഴിവുള്ളവർ. ക്ഷേത്രപാലകർക്ക് സമസ്ത പ്രാചീന യുദ്ധവിദ്യകളിലും അറിവുണ്ടാകണം. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ ഈ ലോകത്ത് ആരുണ്ടാകും? ആരുണ്ടാകുമെന്നോ? നോക്ക് എത്ര പേരുണ്ടെന്ന്. അതൊക്കെ ശരി. എന്നാലും പ്രാചീന യുദ്ധവിദ്യകളെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു വ്യക്തി ഈ ആധുനിക യുഗത്തിൽ ആരുണ്ടാകും? ഉണ്ട്. ആ വിദ്യകളെല്ലാം അറിയുന്ന വ്യക്തി ഈ ഭാരതദേശത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഹിമാലയത്തിനടുത്തുള്ള രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, ദേവപ്രയാഗ് സംഗമത്തിനടുത്ത് പ്രാചീന ആയോധന വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചിരുന്ന തക്ഷശിലയിലാണുള്ളത്. ആജന്മ ബ്രഹ്മചാരി, 70 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരേ സമയം 100 പേരെ അടിച്ചു വീഴ്ത്താനുള്ള ശക്തിയുള്ളവൻ. ദിവസവും ബദ്രിനാഥനെ വണങ്ങുന്ന അദ്ദേഹത്തിന്റെ പേര് ഭീഷ്മനാരായണൻ. അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാ? ധർമ്മോ രക്ഷതി രക്ഷിതാഹ. ധർമ്മത്തെ നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കും. എനിക്കറിയാവുന്ന വിദ്യകളെല്ലാം ഈ കുട്ടികളെ ഞാൻ അഭ്യസിപ്പിക്കാം. ഇന്നലെ പഠിപ്പിച്ച ശ്ലോകം കേൾക്കട്ടെ. ക്ഷീരോ ധൻവത് പ്രദേശേ പ്രദേശേ പ്രദേശേ. ക്ഷീരോ ധൻവത് പ്രദേശേ ശുചിമണി ശുചിമണി. വിഷ്ണു സഹസ്രനാമം വളരെ കട്ടിയുള്ള ശ്ലോകമാണ്. ഞാൻ തന്നെ പഠിക്കാൻ 1 മാസമായിട്ട് ശ്രമിക്കും. ആനന്ദിന പുനിയ തരിനലിനഗദാ ശംഖപാണിർമുകുന്ദ
ഗുരുജിയോ? ദയവ് ഇത് ക്ഷമിക്കണേ. നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഇങ്ങനെ ഇതൊന്നും പാടരുതെന്ന് പറഞ്ഞാൽ ഇവൻ കേൾക്കില്ല. ഞങ്ങളുടെ മോനോട് ക്ഷമിക്കണം ഗുരുവേ. അതിനിവൻ എന്ത് തെറ്റിയതിട്ടാ? ആ കുട്ടികൾ പഠിക്കാൻ ഏറെ കഷ്ടപ്പെടുന്ന ശ്ലോകം ഒറ്റത്തവണ കേട്ടപ്പോൾ ഇവന് തെറ്റില്ലാതെ ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ ഇവൻ സാധാരണക്കാരനല്ല, ദൈവികത്വമുള്ളവനാ. ഇവനെ നിങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന് എത്ര ശക്തിയുണ്ടോ അതേ ശക്തിയുള്ളവനാക്കാം. ഇന്നു മുതൽ ക്ഷേത്ര സംരക്ഷണം മാത്രമാവണം നിന്റെ പ്രധാന ലക്ഷ്യം. ബദ്രി, അവൻ നിന്നേക്കാൾ പ്രായത്തിന് വലിയവൻ, അറിവിലും വലിയവൻ. അവനെ അടിച്ചു നേടാൻ പറ്റുമോ? ഈ ഭൂമിയിൽ വെച്ചോ വെള്ളത്തിൽ വെച്ചോ ഒന്നുമല്ല. അങ്ങ് സമ്മതിച്ചാൽ ആകാശത്ത് വെച്ച് ഞാൻ നേടിക്കാണിക്കാം. ഭാരതദേശത്തിൽ ഇനി ഇവർക്കറിയാത്ത ഭാഷകളില്ല, അറിയാത്ത വിദ്യകളില്ല. ആയുധമില്ലെങ്കിൽ പോലും ഒരേ സമയം 100-ലധികം പേരെ ഇവർക്ക് നേരിടാൻ സാധിക്കും. ഞങ്ങൾ അഭ്യസിച്ച വിദ്യകളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ ഞങ്ങൾ വിനിയോഗിക്കുകയില്ല. ക്ഷേത്രധർമ്മത്തിന് വേണ്ടി, അതിന്റെ പവിത്രതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ പോലും അർപ്പിക്കും. മതങ്ങളുടെ മഹത്വം മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാകണം. മമ മതാനു പൂജിതം പരമദാനു ഗൗരിതം. രാമദാസ്, കാശി ഗുരുജി. സീതാറാം, അമർനാഥ്, ബദ്രി, ബദ്രിനാഥ്. ബദ്രിനാഥ് പുരാതന ദേവാലയം, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ പവിത്രമായ പാദങ്ങൾ പതിഞ്ഞ പുണ്യസ്ഥലം.
ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം മുഴങ്ങുന്ന മഹാക്ഷേത്രം. ഹരിവോ 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 ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ, വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ, ജയ സർവ ദുഃഖ ഭയനാശക പരകോടി വരമുത്തു വിതറിനി, വേദാന്തനേ പ്രിയ കീർത്തന നിറവാന മേഘമായി വിലസീനി, അളകനന്ദ ജല സംഗീതം ശ്രീഹരിനാമം, കനക സൂര്യനിവനാണല്ലോ അതിലറിയാനീ സ്നാനം, ത്യാഗം മോക്ഷം പുണ്യം വൈകുണ്ഠം. ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ, വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ. जय बोलो बद्रीनाथ जय बोलो, जय बोलो बद्रीनाथ जय बोलो. ഹരിപാദം തഴുകണ ഗംഗ അതിപാപം കഴുകണ ഗംഗ, ഹരിപാദം തഴുകണ ഗംഗ അതിപാപം കഴുകണ ഗംഗ, കലതൻ കൊടുമുടിയിൽ നിന്നറിവായുണരും ഗംഗ, കനിവിൻ പാൽക്കടലായി അലയിളകി വരുന്നൊരു മങ്ക, ചടുലമിളകി നടനമാടി മാനസവനിയിലൊഴുകി അഴകു വിതറി മോഹന ശിവന ചുരുളു ജടയിലലിയു ജലഗംഗ. ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ, വൈകുണ്ഠേശ്വര നയന നയന അലിയൂ മണിമയനേ. കർമ്മങ്ങൾ പാവനമാകാൻ ധർമ്മത്തിൻ പോരു നയിക്കാൻ, കർമ്മങ്ങൾ പാവനമാകാൻ ധർമ്മത്തിൻ പോരു നയിക്കാൻ, ദാസൻ ഈ ദാസൻ ഞാൻ എന്നും പ്രാർത്ഥിച്ചിടാം, നിത്യം നീ സത്യം എൻ ജന്മം നേദിച്ചിടാം, തമസ്സകലുവാൻ ഉഷസ്സായി നീ വാ. ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ, വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ, ജയ സർവ ദുഃഖ ഭയനാശക പരകോടി വരമുത്തു വിതറിനി, വേദാന്തനേ പ്രിയ കീർത്തന നിറവാന മേഘമായി വിലസീനി, അളകനന്ദ ജല സംഗീതം ശ്രീഹരിനാമം, കനക സൂര്യനിവനാണല്ലോ അതിലറിയാനീ സ്നാനം, ത്യാഗം മോക്ഷം പുണ്യം വൈകുണ്ഠം. ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ, വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ. ഇത് കാടാണ്, മരങ്ങളുണ്ട്, സിഗ്നൽസ് ഉണ്ടോ, ഭക്തിയൊക്കെ വേണം. ബദ്രീനാഥിലേക്ക് വരണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വെച്ചാൽ എങ്ങനെ അനുഭവിച്ചോ? ഈ ബോഡി കൊണ്ടുപോകണമെങ്കിൽ തന്നെ എന്ത് ചെയ്യും? മിണ്ടുന്നില്ല, ഞാനൊന്നും മിണ്ടുന്നില്ല.
നാരായണ. മുത്തശ്ശ, സ്വാമി എന്താ എന്തു പറ്റി? എന്റെ മുത്തച്ഛൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. ബ്ലഡ് വോമിറ്റ് ചെയ്തു. ഓം നമോ നാരായണായ. ആരാടാ നീ? അല്ലെങ്കിൽ തന്നെ ലങ്സ് പ്രോബ്ലം. മണ്ണ് തേക്കുന്ന എന്തിനാ? ചുപ്, ഇത് നാരായണ പർവ്വതത്തിലെ ജഗാദിജി. बद्री कातर से സ്വാമി, എന്റെ കൊച്ചുമകൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. അവളെ കൊല്ലരുതെന്ന് ദയവായി അങ്ങ് പറയണം. ഭദ്രേ, അവളെ രക്ഷപ്പെടുത്തിയേക്ക്. രക്ഷപ്പെടുത്താൻ. ജീവനോടെ വരുന്നു. മിണ്ടുന്നില്ല. ബദ്രി, ഗുരുജി, ഭഗവാനെ ഇഷ്ടമില്ലാത്ത ഇവൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞയച്ചേക്ക്. പോകുന്നതിന് മുൻപ് ഒരു ദീപം അണച്ചതിന് പകരം ശിക്ഷയായി 1,00,000 ദീപം ഇവൾ തെളിയിക്കട്ടെ. ലക്ഷോ? അതെങ്ങനെ? അയ്യോ, കഷ്ടം. ദൈവം വായി തന്നിരിക്കുന്നത് വിശക്കുമ്പോ ആഹാരം കഴിക്കാനും ഉറക്കം വരുമ്പോ കോട്ടുവായിടാനുമാണ്, അല്ലാതെ വിളക്കൂതിക്കെടുത്താൻ വേണ്ടിട്ടല്ല. അനുഭവിച്ചോ, അനുഭവിച്ചോ. ഏയ്, കൂടെ ഹെൽപ്പേഴ്സ് ഒന്നും വേണ്ട. പണിഷ്മെന്റ് കൊടുത്തതേ അവൾക്ക് മാത്രമാ. അല്ല, ഇപ്പൊ ക്രിക്കറ്റ് തന്നെ ഒരാളല്ലല്ലോ കളിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡുണ്ട്, ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ. അതുപോലെ ഇവിടെ ഒരുപാട് പൂജകളുണ്ട്. ഒരു പൂജാരി അല്ലല്ലോ ചെയ്യുന്നത്, ഒരുപാട് പൂജാരിമാരില്ലേ? അല്ലേ മോനെ? എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? തന്നെ എടുത്ത് നദിയിലോട്ട് എറിഞ്ഞ രക്ഷിക്കാൻ ഒരാൾ വരുമോ ഒരുപാട് പേര് വരുമോ എന്ന് ആലോചിക്കുക. മോളെ, നീ ഒറ്റയ്ക്ക് കത്തിച്ചാ മതി. വേഗം കത്തിക്ക്, നമുക്ക് പോകാം. കത്തിക്കല്ലേ? മൊത്തം പോയി. ഇനിയിപ്പൊ ഇതെപ്പ കത്തിച്ച് തീരാനാ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ദീപം അണച്ചാൽ 1 തെളിയിക്കാൻ പറയാം, 10 തെളിയിക്കാൻ പറയാം, പോട്ടെ 100 തെളിയിക്കാൻ പറയാം. വായി തോന്നിയ പോലെ 1,00,000 കോടിയൊക്കെ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ തന്നെയാ? നിർത്തണോ? നിർത്തി. നോക്ക്, ഭക്തിയോടെ കത്തിച്ച വേഗം കത്തും. ഇങ്ങനെ മനസ്സിലാതെ കത്തിക്കുന്നോണ്ട് അണഞ്ഞു പോകുന്നത്. എങ്ങനെയൊക്കെ കത്തിച്ചാലും കാറ്റ് വന്ന അണഞ്ഞു പോവും. അണയില്ല. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി മന്ത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കത്തിച്ചോ, അപ്പൊ അണയില്ല. എന്ത്? ഇത് കത്തിക്കുന്നതിന് ഒരു പണിഷ്മെന്റാ? ഇനി 1,00,000 മന്ത്രം കൂടി ചൊല്ലണമെന്നോ? അത് ഈ പെൺകൊച്ച്. ഇവള് തന്നെ. എങ്കിൽ ചൊല്ലിക്ക്. ഞാൻ കാണിച്ചു തരാം. നോക്ക്. മോളെ, ഇതെന്തോ മാജിക് എന്നാ തോന്നുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും മന്ത്രം ചൊല്ലിക്കൊണ്ടൊന്ന് കത്തിച്ചേരെ. നോക്കാലോ, നോക്കാം. എളുപ്പം തീരും. വേണമെങ്കിൽ മതി. ഓം നമോ നാരായണായ.
തളർത്തണ്ട മോനെ. അത്രയും സമയം കൂടി ഈ ദൈവസന്നിധിയില് അവൾ ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാ സാർ ഈ പെൺകുട്ടിക്ക് ദൈവത്തോട് ഇത്രയ്ക്ക് വിരോധം? ചെറുപ്രായത്തിൽ ക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അമ്മ ഈ രക്ഷ കൈ കെട്ടിയാൽ ദൈവം എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. ദൈവസന്നിധിയിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അവൾക്ക് അന്ന് മുതൽ ദൈവത്തോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാ സാർ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവളിപ്പോ ശരിക്കും വല്ലാത്തൊരു പ്രോബ്ലത്തിലാ. സർക്കാർ സാർ വരുന്നുണ്ട്. അമ്മേ, ഇതുവരേക്കും അച്ഛൻ കൊന്നവരും അച്ഛനു വേണ്ടി മരിച്ചവരും ഇവനെയും കൂടെ കൂട്ടി 98 പേരായി. സർക്കാർ ഡൽഹിയിലെ ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടോളൂ. ഇപ്പൊ തന്നെ ലേറ്റായി, കാര്യങ്ങൾ നടക്കട്ടെ. അമ്മേ, ഒരു മിനിറ്റ്. എന്റെ ഭർത്താവ് മുൻപൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരു വലിയ മനുഷ്യൻ വന്ന് ജീവൻ രക്ഷിച്ചു. ആ മനുഷ്യൻ വന്ന് ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് തന്നിട്ടേ ദഹിപ്പിക്കാവൂന്ന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുക. ആരാ വലിയ മനുഷ്യൻ? TD നമ്പ്യാർ. മുത്തച്ഛന് സുഖമില്ലാതിരിക്കാം, അതുകൊണ്ടാ ഞാൻ വന്നത്. മോളുടെ കൈ കൊണ്ട് കുറച്ച് തീർത്ഥം വായിലൊഴിച്ചു കൊടുക്കുമോളെ. എന്തിന്? ആ വെള്ളം ഒഴിച്ച ജീവിക്കോ? ഇത്തരം ഭ്രാന്തൊന്നും എനിക്കിഷ്ടല്ല. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കും. ഞാൻ ആരാണെന്നറിയൂ? നിന്റെ അപ്പച്ചി, ഈ നാട് നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ ഭാര്യ. ഒരു തവണയെങ്കിലും നീ എന്നെ ഒന്ന് അപ്പച്ചിന്ന് വിളിക്ക്. മരിച്ചുപോയ എന്റെ ഏട്ടന്, അതായത് നിന്റെ അച്ഛന് അത് സന്തോഷാവും. എത്രയോ പേർക്ക് ജീവിതം കൊടുത്ത GD നമ്പ്യാരുടെ മോളെന്ന് പറയാതെ എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാടാവുന്നില്ലേ? എന്നാണോ നിങ്ങൾ വിവാഹ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ മുത്തച്ഛനെ അപമാനിച്ചത്, അന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നാ വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ എനിക്ക് ഇറിറ്റേറ്റിംഗ് ഫീൽ ആവുന്നു. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. ഞാൻ ആരാണെന്നറിയോ? ഞാൻ ആരാണെന്നറിയോന്ന്? നിങ്ങളുടെ ഒരേ ഒരു മകളുടെ ഒരേ ഒരു മകനാ ഞാൻ. നിങ്ങളുടെ യാതൊരു സ്വത്തുക്കളും ഒറ്റ പൈസ പോലും ആശിച്ചു പോകരുതെന്നാ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഭർത്താവായിട്ട് എന്റെ അച്ഛനും മകനായിട്ട് ഞാനും ഒരു കുറവും വരാതെ സ്നേഹിക്കുന്ന എന്റെ അമ്മയാ നിങ്ങളുടെ കൊച്ചുമകൾ അപമാനിച്ചത്. അവിടെ വെച്ച് തന്നെ ഞാൻ അവളെ വെട്ടി അരിഞ്ഞനെ. അമ്മ തടഞ്ഞത് കൊണ്ട് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അവളെ ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല. കൊല്ലും ഞാൻ. ഞാനിനി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിന് സ്വത്തുണ്ട്, പക്ഷേ മനസ്സമാധാനം തീരെയില്ല. ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ വിശ്വാസം അവളിൽ ഉണ്ടാക്കാൻ ബദ്രിക്ക് മാത്രമേ സാധിക്കൂ. ഏയ് സാർ, വിഷമിക്കാതിരിക്കേ. അതെനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ്. 7 ദിവസത്തിനുള്ളിൽ അവളെ കൊണ്ട് ഇവിടെ ഞാൻ ശയന പ്രദർശനം ചെയ്യിക്കാം. എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. 7 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് പോവും.
വാ മുത്തശ്ശ. മോളെ നിൽക്ക്. മറ്റന്നാൾ പൗർണമിയാ. മോളുടെ അമ്മയും അച്ഛനും മരിച്ച ദിവസം. ഇവിടെ ബ്രഹ്മകപാലത്തിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്താൽ ഒരിക്കലും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടും. മുത്തശ്ശ പ്ലീസ് മോളെ. ശരി, അമ്മയുടെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാം. പക്ഷെ ഇവന്റെ മുഖം മാത്രം കണ്ടുപോരുത്. പറ്റില്ല. ബദ്രീനാഥിൽ ബദ്രിയുടെ മുഖം കാണാതിരിക്കാൻ ആർക്കും പറ്റില്ല. ആരാണെന്ന് പറഞ്ഞാലും എന്റെ പാദത്തിൽ നോക്കിയേ സംസാരിക്കാറുള്ളൂ. എന്റെ മുമ്പിൽ CM ആയാലും PM ആയാലും തല കുനിച്ചേ നിൽക്കാറുള്ളൂ. അപ്പോ നിങ്ങൾ അത്രയ്ക്ക് വലിയ ആളാണോ? ഞാൻ എത്ര വലിയവനാണെന്ന് നീ വന്ന ആൽബം എടുത്ത് കാണിച്ചു തരാം. മനസ്സിൽ എന്നെ ചീത്ത പറയായിരിക്കും അല്ലേ? ഉച്ചത്തിൽ ചീത്ത വിളിക്കണമെന്നുണ്ട്. ക്ഷേത്രം ആയതുകൊണ്ടാ വിളിക്കാഞ്ഞത്. ഈ പണിക്ക് ഇത്ര ബിൽഡപ്പാ? എന്റെ പണി അത്രയ്ക്ക് ചീപ്പാണോ? നിങ്ങൾ ഇത്രയ്ക്ക് വയലന്റ് ആണെന്ന് അറിഞ്ഞില്ല. എന്താ ഇത്? ബാക്കിയൂടെ പഠിച്ചിട്ട് സംസാരിക്കും. ബാക്കി ഇനി ഇവൻ പഠിച്ചു തരും. എന്റെ അമ്മച്ചിയാണ് എനിക്ക് ഷേവ് ചെയ്യാൻ കൂടി അറിഞ്ഞൂടാ. ഇന്ന് ഇവനെ പഠിച്ചോ, നാളെ നീ പഠിച്ചോ. ദാ പിടിച്ചോ, പിടിച്ചോ, പഠിച്ചോ. എന്താണ് ഇത്? രക്തം വരുന്നുണ്ടില്ലേ? മുറിഞ്ഞ രക്തം അല്ലാതെ പിന്നെ അത്ര വരുവാടാ. വേഗം ഡോക്ടറെ കൊണ്ട് കാണിക്ക്. ബാക്കി അയാളോട് പഠിക്കാൻ പറ. അയാൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ പഠിച്ചുതരാം. എണീറ്റ് പോണേ. നീ ഇരിക്കേ. ഞാൻ എന്തിനാ ഇരിക്കുന്നേ? നിന്നെ മുട്ടയടിക്കാൻ. നേർച്ചയ്ക്ക് വേണ്ടി തിരുപ്പതിയിലും മോക്ഷത്തിന് വേണ്ടി കാശിയിലും മുട്ടയടിക്കാറുണ്ട്. ഇവിടെ എന്തിനു വേണ്ടിയാ? ഞാൻ ആരുടെയും പൈസ വെറുതെ വാങ്ങാറില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പൈസ എന്തിനു വാങ്ങിക്കുന്നേ? നീ എന്റെ തൊഴിലിനെ അപമാനിച്ചത് ഇപ്പൊ കൊണ്ട് തരാൻ മനസ്സിലെങ്കിലോ ഈ നാട്ടിൽ നിന്ന് പോകില്ല. എടുക്കായിരം. വെറുതെ വേലി കിടന്നെടുത്ത് ഞാൻ പിടിച്ചോ. ഇത് 800 ആയുള്ളൂ. ഞാൻ കണക്കിൽ കുറച്ച് പൊറോട്ട. അപ്പൊ 1200 അല്ലേ തരേണ്ടത്? എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലുള്ള തട്ടിപ്പോരുണ്ടല്ലോ ദൈവമേ. എന്താടാ? എന്താ ചേട്ടാ ഇത്? ഞാനൊരു തമാശ പറഞ്ഞപ്പോ കാശെടുത്ത് തരുന്നത്. താങ്ക്സ് അണ്ണാ. ശരി. മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചോണം. ശരി ബദ്രി, സമയത്ത് തന്നെ വന്നോളൂ. ഗോവിന്ദ് ബാബാ, കൈസായേ? పొంగి పొంగి పోతుంది జలధార వైభవంగా వస్తుంది వసుధార. നോക്ക്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പാപങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ വസുധാരയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്താ പോയാൽ എന്താ കുഴപ്പം? വസുധാര അവരുടെ അടുത്തേക്ക് വരില്ല. അത് മാറിപ്പോവും. വെള്ളത്തിന് എങ്ങനെ സത്യം അറിയാൻ പറ്റുന്നേ? ഇവിടെ പ്രകൃതിക്കും പാപികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേസ്റ്റ് ഫെലോ ഞാനാണെന്ന് എന്റെ ഫീലിംഗ്. എന്റെ ഫീലിംഗ് അത് തന്നെ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകും. ആ വെള്ളം എന്ത് കാണിക്കുന്നു കാണണമല്ലോ. കഷ്ടം. എന്നിട്ട് വേണം ഇവനോ 4 വർത്തമാനം. വെള്ളത്തിനത്തെ ജീവനുണ്ട്. അല്ല പോകുന്നു. बेशरम और बदतमीज, तुम्हें इतनी सी भी शर्म नहीं आई कि तुम ऐसे पवित्र स्थान पर आए हो? फिर कभी भी यहाँ आने की हिम्मत भी नहीं करना. तुम्हारे जैसे लोगों की जगह नहीं है. ഇവൻ ആരടാ ഇത്രയ്ക്ക് മഹാഭാവി? ഇവനെ ബദരീനാഥ് വേഗം പുറത്താക്ക്. മെനക്കരണ്ട, ഞാൻ താനെ പൊയ്ക്കോളാം. ഞാൻ യോമാരെന്ന് വാങ്ങിച്ചു പിടിക്കും. ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെ ഒരുത്തനെ ആദ്യം കാണുക. കണ്ടില്ലേ അപ്രത്യക്ഷമായത്? നീ ഏത് നാട്ടുകാരനാടാ? എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്ത് തരാം. ആദ്യം വെള്ളം വരുത്താൻ നോക്ക്. ദൈവമേ, ഉമ്മാരെ കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു. അമ്മാവാ, ഇനി ഇവിടെ നിന്ന കുഴപ്പാ. ഇതിന്റെ മുമ്പിൽ പണിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, സാറ് പോയിട്ട് വാ. എന്തിനാ മാവ? പോയിട്ട് വാ സാർ. അതിന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. ചൂടാവരുത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പോയാൽ ഇതുപോലെ മടങ്ങി വന്നേക്കാം. നീ പോവുകയാണെങ്കിൽ പിന്നെ വരില്ല. വേസ്റ്റ് ഫെലോ ആണെങ്കിലും കറക്റ്റാ പറഞ്ഞത്. ഒരു 100 ജന്മം എടുത്താലും നിന്റെ മേത്ത് ഒരു തുള്ളി പോലും വീഴില്ല. ഏയ്, അത് എന്റെ ദേഹത്ത് എന്തിനാ വീഴുന്നത്? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണമല്ലോ. എന്താടി ഇത്? പിക്നിക് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി തീർത്ഥാടനമായി പോയല്ലോ. നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? 6 പേർക്ക് കളിക്കാൻ ഇത് ബാസ്കറ്റ് അല്ല. ക്രിക്കറ്റ് കളിക്കാൻ ഇനി 5 പേര് വേണം. അതിനിപ്പോ എന്ത് ചെയ്യും? വെയിറ്റ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ദാ അങ്ങോട്ട് നോക്ക്. ഹായ് ഗായ്സ്.
വിളിച്ചത്? എവിടേക്കാ പോകുന്നത്? പോകുവല്ല, വരുക. വേദപാഠശാലയിൽ നിന്നും മഠത്തിലേക്ക് വരുക. ആ ബുക്ക് എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. ഓ അതെയോ? ജയ് ശ്രീ മഹാവിഷ്ണു. എന്ത് ചോദ്യമായത്? ഈ ഭൂമിയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ആഹാ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അറിയാം. ഓഹോ, എന്നാ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഉത്തരം പറയാമോ? പറയാം, ചോദിക്ക്. രജനീകാന്ത് ആരാണ്? രജനീകാന്തോ? ആ, ഏയ് നോക്കടാ. രജനീകാന്ത്. ഈ രജനീകാന്ത് ആരാ? നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ. ഏയ്, നിങ്ങൾക്കറിയാവോ? അറിയില്ലേ? അറിയില്ലേ? സൂര്യകാന്തവുമുണ്ട്, ചന്ദ്രകാന്തവുമുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ. ഇല്ലല്ലോ, അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ശരി ശരി. അല്ല, ആരാത്? രജനീകാന്ത് എന്ന് വെച്ചാ തമിഴ് സൂപ്പർ സ്റ്റാർ. ഓ അതെയോ? അതെനിക്കറിയായിരുന്നു. ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ? ചിരഞ്ജീവി? എന്ത് ചോദ്യാ കുട്ടി ഈ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മെഗാസ്റ്റാർ എപ്പോഴെങ്കിലും ബദ്രിനാഥി വന്നിട്ടുണ്ടാവോ? എനിക്കറിയില്ല. ആ, ചിരഞ്ജീവി സാറിനെ കുറിച്ച് ഈ വേദത്തിലുണ്ടോ? ഉണ്ട്. ഓ, ആഞ്ജനേയ സ്വാമി ഈ വേദത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനുമുണ്ട്. ഓഹോ, നീ പറയുന്നത് ആ ചിരഞ്ജീവിയെ കുറിച്ചാണോ? ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ചല്ല. പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച്. ആഞ്ജനേയോ, നിങ്ങൾ സ്റ്റാർ കീറുന്നെന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ചോദിക്കേ. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് MS ധോണി അറിയാമോ? MS ധോണി. എനിക്ക് ധോണി അറിയാം. ധോണി എന്താണെന്നറിയില്ല. അതൊക്കെ അറിയണ്ടേ? അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആണ്. 2020-ലും ഇപ്പോഴും നമുക്ക് വേൾഡ് കപ്പ് കൊണ്ടുതന്നയാൾ. ഈ 2020 എന്ത്? ക്രിക്കറ്റ് മാച്ച് എന്ത്? ആ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് കളി അറിയില്ലെന്നോ? ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ? അതെ ഗുരു. ആ 3 കുറികളാണ് ഈ 3 വിക്കറ്റ്സ്. എങ്ങനെ ഈ കളി കളിക്കുന്നത്? സിമ്പിൾ. ആ സെന്ററിലുള്ള കുറിയിൽ എറിഞ്ഞാൽ ഡയറക്റ്റ് ആയി സ്വർഗ്ഗത്തിൽ പോവാം. അപ്പൊ സൈഡിലുള്ള കുറിയിൽ എറിയുന്നതെങ്കിൽ ത്രിശങ്ക സ്വർഗം കിട്ടും. ജയ് ശ്രീമന്നാരായണ. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയാ. കല്ലുകൊണ്ടല്ല എറിയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ എറിയേണ്ടത്? ഇതുകൊണ്ട്. എന്താ ഇത്? ലഡു. ലഡു? സ്വാമി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വർഷങ്ങളോളം വെയിലത്തുണക്കിയ ഇങ്ങനെ ഇരിക്കും. എന്നാ അറിഞ്ഞോ? ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ പോകാമല്ലോ. ജയ് ശ്രീമൻ നാരായണ. ദൈവമേ, ആന വരണ്ടോ? വേഗം ഓടിക്കാണോ. എന്താ ഉണ്ടായത്? നിനക്ക് ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല. നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ. മരിച്ചുപോയത് എന്റെ അച്ഛനല്ല, മകനും മരുമകളുമാ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടദാന കർമ്മം നടത്താറുള്ളത്. പക്ഷെ പിതാവ് ഒരിക്കലും പുത്രന് വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തോളാം. പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ്. പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ്. കല്യാണം കഴിഞ്ഞില്ല, അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി. അങ്ങേക്കും ചെയ്യാം. അയ്യോ വേണ്ട, എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആർക്ക് ആഹാരം പോലും കൊടുക്കരുന്ന. പിന്നെ എങ്ങനാ പിണ്ടം വെക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇവിടെ അനാഥർക്ക് പിണ്ടം വെക്കുന്നവരുണ്ടാകുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്ക്. 100 200 കൊടുക്കാം. പണം വാങ്ങി പിണ്ടം വെക്കാൻ ആരാ വരിക? എന്തിനാ മുത്തശ്ശ ഇത്തരം സെന്റിമെന്റ്സ് കൊണ്ട് അമ്മ അച്ഛനെ അനാഥരാക്കുന്നത്? അപ്പൊ എനിക്ക് എഴുന്നേക്കാലോ? ഇരിക്കൂ രാവുജി, ഞാൻ പിണ്ടം വെക്കാം. എന്താ ബദ്രി നീ പറയുന്നത്? ദിവസവും ബദ്രീനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വെക്കാവുന്നു? തെറ്റെന്താണ് രാവുജി? ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത്. ശവം ശിവന് സമാനം. അളകനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത്.
അതുകൊണ്ട് അവർക്ക് പിണ്ടം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ. പൂജകൾ തുടങ്ങട്ടെ. छिन्नकारे मूढाचारे सद्धर्मस्थापन निश्चयधारे सकल जनवसुधैकभावगति विविध जीवन संगमं जगति बान्धव्यभावनम् श्राव्य भरतवेदम् भरतवेदम् भरतवेदम्. ആരെയാ മോളെ നീ വണങ്ങുന്നത്? ബദ്രിയോ ബദ്രിനാഥിനെയോ? ബദ്രിയെ. ഭീകരാക്രമണത്താൽ അമർനാഥ് ക്ഷേത്രപാലകൻ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ആൾക്കാരെ ജയിൽ വിമോചിതരാക്കിയില്ലെങ്കിൽ ഭക്തരെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. നിങ്ങൾക്ക് 5 നിമിഷം സമയം തരുന്നു. 6ാമത്തെ നിമിഷം ഒരാളും ഇവിടെ ഉണ്ടാകരുത്. Who are you to give me time? 1 Conditions పెట్టాల్సింది మేం, నీవు కాదు. 2 हम भागने वाले नहीं, भगाने वाले हैं. 3 एक एक को मार डालूंगा, భక్తులందరినీ చంపుతా. 4 5 Okay 5. अब क्या? ബദ്രി, നിനക്കും 5 നിമിഷം സമയം തരുന്നു. 6ാം നിമിഷം ഒരാളും ജീവനോടുണ്ടാവരുത്. चाहिए. बिना हथियार के आप कैसे आ गए? How great! ഒരു ആയുധം പോലും ഇല്ലാതെ ഇത്ര ധൈര്യത്തിൽ എങ്ങനെ വന്നു സർ? അവനാണ് എന്റെ ആയുധം, വജ്രായുധം. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗചാലക രക്ഷകം ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യസാധക ദക്ഷകം ഗുരുപ്രദർശനകാരകം മമ പുത്രസന്നിഭവായകം ഏയ് വസുധാര, എത്ര ജന്മം കഴിഞ്ഞാലും
ഒറ്റ തുള്ളി പോലെ എന്റെ മേല് വീഴില്ലെന്നാ ആ ബദ്രി പറഞ്ഞത്. ഇപ്പോ ഞാൻ അവരെ സ്നേഹിക്കുന്നു, മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്റെ ദേഹത്ത് വീഴില്ലേ? ആര് വീഴണമെന്നാ? ഈ വസുധാര വീണാലും ആ ബദ്രി വീഴില്ല. എന്താ എനിക്കെന്താ ഒരു കുറവ്? ആ ബദ്രിനാഥിനോടുള്ള ഭക്തിയാ കുറവ്. എപ്പോഴാണോ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം. ഇപ്പൊ ബദ്രിയെ ഇഷ്ടമായതുകൊണ്ട് ആ ബദ്രിനാഥിനെ ഇഷ്ടമാ. 7 ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ വണങ്ങിക്കൂ എന്നാ മുത്തച്ഛനോട് പറഞ്ഞത്. 7 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി അവന്റെ ഇഷ്ടം പോലെ ഞാൻ വണങ്ങിയിരിക്കുമെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോവുക. പോലും നിന്നെയും അഴകെല്ലാം അറിയുന്നല്ലോ ഈ ഞാൻ. മഴമൊത്തും നേരം പെണ്ണിനു നാണം, എന്റെ മണിമാറിൽ എയ്യുന്നേ നീ പാണം. നിറനാഴി പുളകം നിറയും നദിയാണേ നീ, നിറയില്ലാതാനന്ദത്തിൽ നീന്തുന്നേ ഞാൻ. മണിമഞ്ചൽ പണിയുന്നേ ഞാൻ. നീ വരുമോ ജലകണമായി, നീ വരുമോ സ്വരഗണമായി. എന്താ പെണ്ണെ നോക്കി നടക്കാൻ വയ്യ നിനക്ക്? എങ്ങോട്ടാ ഈ പാഞ്ഞു പോന്നെ? എന്താ നിങ്ങൾക്ക് നോക്കി നടക്കാൻ വയ്യേ? ദേ കേട്ടില്ലേ ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ ഈ പണക്കാരല്ല ഇങ്ങനെ തന്നെയാ. അവരുടെ കണ്ണ് നിലത്തങ്ങും ആയിരിക്കില്ല, ആകാശത്ത് നോക്കി ആ നടപ്പ്. എന്താ പെണ്ണെ നിന്റെ അച്ഛനോട് പറഞ്ഞ് തൊലിയും കൂടി സ്വർണ്ണത്തിൽ പൊതിഞ്ഞോണ്ട് നടക്കാമായിരുന്നില്ലേ? ആവശ്യമുള്ളപ്പോ ചെയ്തോളാം. എന്താ ഇനി നിങ്ങൾ സംസാരിച്ചോ? എന്താ പ്രശ്നം? നോക്ക് ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന. അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു. നിക്കുകുട്ടി, ഇതാരാണെന്ന് അറിയാവോ? ബദ്രിയുടെ അമ്മ അച്ഛനുമാ. ഇനി ആയിക്കോ. പെട്ടെന്ന് എന്താണ് വിളി
ഇങ്ങനെ ആയിപ്പോയത്? ഇതാരാണെന്ന് അറിയാമോ? ബദ്രിയെ സ്നേഹിക്കുന്ന പെണ്ണാ, നിങ്ങളുടെ മരുമകളാകേണ്ടത്. ഇനി എന്താന്ന് വെച്ചായിക്കോ. നമസ്കാരം അമ്മായി. അയ്യോ കണ്ടില്ലേ എന്തൊരു മര്യാദ ഈ മോക്ക്. നമസ്കാരം പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ പണമുള്ള വീട്ടിലെ പെൺകുട്ടികളെല്ലാം അങ്ങനെയല്ലേ? ആ എടാ ചെറുക്ക, ആസ്തിയൊക്കെ എങ്ങനെ ഉണ്ട്? ഒരു 100 കോടി വരും. നീ എന്താണ് ഇങ്ങനെ കേട്ടുന്നത്? ഇങ്ങ് വന്നേ. 100 കോടി എന്ന് വെച്ചാ എത്രയാ? ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള എന്തും വാങ്ങിക്കാനുള്ള അയ്യോ വെയിലത്താണല്ലോ നിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ വലുത് വാങ്ങിച്ചൂടെ? വാ മോളെ, നമ്മളെ പോലെ പണമുള്ളവരാരും ഇങ്ങനെ വെയിലത്ത് നിക്കരുത്. നമ്മളെ പോലെയോ? ഞങ്ങളിപ്പൊ പണക്കാരല്ലേടാ. അതിന് നമ്മളെപ്പോഴാ പണക്കാരായത്? ഇവളെന്റെ മരുമോളാവാൻ പോവല്ലേ? അതെ അമ്മായി. ഒരു കാര്യം അറിയൂ, വല്യസ്വാമി ഇത്ര അർജന്റായി നമ്മളെ എന്തിനാ വിളിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തിനാ? ഇവരുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാ. നടക്ക്. പൊന്നെ, വെയില് കൊള്ളല്ലേ? എങ്ങോട്ടാ? ബദ്രി ഇങ്ങോട്ട് പോയാൽ ലവ് മാരേജ് ആകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയാൽ അറേഞ്ച്ഡ് മാരേജ്. ഇപ്പൊ തന്നെ കാര്യം പറയാം. ആണല്ലേ? അതെ. അയ്യോ എന്റെ മരുമോളെ നോക്ക്, മിനിങ്ങുന്നത് കണ്ടില്ലേ? അതെ അതെ. ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം, നിങ്ങൾ പോയിട്ട് വാ. വേഗം ചെല്ല്. നമസ്കാരം ഗുരുജി. ഗോവിന്ദവാ, ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താണാവോ അത്? അമർനാഥ് ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ബദ്രി എന്റെ പേര് നിലനിർത്തി. എത്രയൊക്കെ ആയാലും അങ്ങയുടെ ശിഷ്യനല്ലേ? എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം. അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവിടുത്തെ അല്ലേ? അതിനൊരു നിഷ്ഠയുണ്ട്. ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യബ്രഹ്മചാരി ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ എന്റെ മോൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഒക്കില്ലേ? പാടില്ല. തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു. അതിന് അച്ഛന്റെയും അമ്മയുടെയും കൂടി അനുവാദം വേണം. ആലോചിച്ച് പറയൂ. ഒന്നും ആലോചിക്കണ്ട, പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. നമ്മുടെ മോനെ അങ്ങനെയൊന്നും ആക്കണ്ട. കണ്ടില്ലേ ആ കുട്ടി എന്തുമാത്രം വിഷമിക്കുന്നെന്ന്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെ കുറിച്ചല്ല, നമ്മുടെ മോനെ കുറിച്ചാ. ഒരുമിച്ച് ജീവിക്കുന്നതും പിള്ളേരുണ്ടാകുന്നതുമൊക്കെ മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ. എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം. ആഹ്ലാദിക്കുക വേണ്ടത്, വിഷമിക്കരുത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ നിർബന്ധിക്കില്ല. ഞങ്ങൾക്ക് സമ്മതം. സ്വാമി, ഒരു വാക്ക് എന്റെ മോനോട് ചോദിച്ചിട്ട്. അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. ഞാൻ കേട്ടത് സത്യമാണോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്ന്. എങ്ങനെയാ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങോ, സാഷ്ടാംഗം വണങ്ങോ, അതോ ശയന പ്രദക്ഷിണം വെക്കോ? എന്നാരാ പറഞ്ഞത്? ഞാൻ വണങ്ങില്ല. എന്താ ഇപ്പൊ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട്? അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറ്റിയത്? ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ ആരാണെന്ന് പറ, പിടിച്ചോണ്ട് വന്ന് കല്യാണം കഴിപ്പിക്കാം. ഞാൻ സ്നേഹിക്കുന്നത് അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. ഒന്നും വേണ്ട. നിനക്ക് മാത്രമല്ല, നിന്റെ ബദ്രിനാഥന് പോലും കഴിയില്ല. ഏയ്, എന്തറിയാ നിനക്ക് ഈ ബദ്രിനാഥ് ക്ഷേത്രത്തെ കുറിച്ച്? മറ്റന്നാൾ അഖണ്ഡ ജ്യോതി തെളിയിച്ച് 6 മാസം വരെ ഈ ക്ഷേത്രം അടച്ചിടുന്ന അതിപുണ്യമായ ദിവസമാണ്. ആ 6 മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രവാതികൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതെയോ? അതെ, ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയൊരു അത്ഭുതം വേറെയില്ല. ഇത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല.
മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും. സത്യമാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ. എവിടെ കിട്ടുവാ പൂവ്? आओ मेरे साथ चलो. സർക്കാർ. എന്താ മിനിസ്റ്റർ, ഒരു വിഷമം പോലെ? എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ. അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇതിന് 50 ലക്ഷം രൂപയുണ്ട്. ഞാനേ സോറി മിനിസ്റ്റർ, ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു, കൊന്നു. നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു, മാറ്റി തന്നു. എന്നാൽ നിങ്ങൾ എത്ര കോടികൾ തന്നാലും പ്രേമ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും ഇടപെടില്ല. നമസ്കാരം സാർ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ വരാൻ പറ്റിയില്ല, സോറി. നിന്റെ പേര് മഹാലക്ഷ്മി. ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നാണോ അതോ ഗംഗയിൽ ഒഴുക്കണമെന്നാണോ ആഗ്രഹം? ഇയാള് ചത്തതുകൊണ്ടല്ലേ സാർ സാറിന്റെ ഭാര്യയ്ക്ക് അപമാനം ഉണ്ടായത്? എന്താ ഉണ്ടായത്? എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാണാവുന്നില്ലേ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. കൊന്നുകളഞ്ഞേക്കട്ടെ ഞാൻ അവളെ. അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിന് മുമ്പേ ആകാമായിരുന്നു സർക്കാർ. അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു. ഏത് നാവ് കൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞത്, അതേ നാവ് കൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ. അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും. എവിടെ ഉണ്ടടാ അവൾ? നമസ്തേ സാർ. അളകനന്ദ എവിടെയാടാ? ഈ ബദ്രീനാഥിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട്. അവന്റെ കൂടെ അളകനന്ദ. അമൃതം പൊഴിയണ രാത്രി, അവരുടെ തരളിത്ത രാത്രി എന്നുവെച്ചാ അവര് തമ്മിൽ പ്രേമത്തിലാണ് സാർ. ആരാടാ അവൻ? ഈ നവംബർ 15 ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി, അവൻ ആരെന്ന് മനസ്സിലാകും. 24 മണിക്കൂറിനുള്ളിൽ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഞാനേ ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്നറിയോ? റൗഡിസം, അധികാരം, പണം? നെവർ. പ്രണയം. നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രേമം എന്നാൽ എത്ര പവർഫുൾ ആണെന്നറിയോ നിനക്ക്? രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടുണ്ട്. ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ 3 തവണ കൺഫേം ചെയ്തു കൊള്ളണം. ശരീരം നോക്കിയിട്ട് മാത്രമാവരുത്, ശ്വാസം നോക്കിയിട്ട് വേണം. അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളകനന്ദയെ ഇവിടേക്ക് കൊണ്ടുവരാവുള്ളൂ. പൊയ്ക്കോ. ശരി ഡേ. ബദ്രി, ഇവിടെ അനിമൽസ് ഒക്കെ ഉണ്ടാവോ? ആനകളുണ്ടാവും. അതിന് എനിക്ക് പേടിയില്ല. വന്നാൽ അത് നീ പറഞ്ഞ പോവല്ലോ. ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല, കാട്ടാനകളാ. കാടായത്. വേണ്ടത് ചോദ്യമൊന്നും വേണ്ട, നടക്ക്. സൂക്ഷിച്ച്, സ്ലിപ്പായ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. ഏ ബദ്രി, ഈ പൂക്കൾ എവിടെയുള്ളത്? എന്തൊരു സ്ട്രെയിൻ അത്. സ്ട്രെയിൻ ഇതൊന്നും അല്ല, ഇനിയും കുറെ പോണം. വാ, നടക്ക്. സ്ലിപ്പാവല്ലേ? എന്തേ തളർന്നു പോയോ? സ്റ്റാമിന ഉണ്ടാവണം മാഡം, സ്റ്റാമിന. എങ്ങനെയാ സ്റ്റാമിന ഉണ്ടാവുന്നേ? കുഞ്ഞിലെ മുതൽ ഞാൻ വണ്ടിയിലല്ലാതെ പോയിട്ടില്ല, ഷൂ ഇല്ലാതെ നടന്നിട്ടില്ല, സ്പൂണില്ലാതെ കഴിച്ചിട്ടില്ല. നിന്നെ പോലെ കാട്ടിലല്ല ജീവിക്കുന്നത്. എനിക്കിനി നടക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ലവ് ഫെയിലിയർ. അവനെ കിട്ടുമെന്ന് തോന്നില്ല. മിസ്റ്റർ ബദ്രി. യെസ് മിസ് അളകനന്ദ. എന്നാ അപ്പോഴേക്കും തളർന്നു പോയോ? സ്റ്റാമിന വേണം മോനെ, സ്റ്റാമിന. അങ്ങോട്ടല്ല പോകേണ്ടത്,
ഇങ്ങോട്ടാ. ആ ഇവളുടെ ലവർ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക. സൂക്ഷിച്ച്, പായലുണ്ട്. ഓയ് നാജി. ആ ബദ്രി, അവിടെ ബ്രഹ്മകമലം ഉണ്ടോ? ഇവിടെ ഇല്ലടാ. ആ നീലകണ്ഠ പർവ്വതത്തിൽ ആവശ്യം പോലെ ഉണ്ട്. വാ നടക്ക്. ആ ബദ്രി, എനിക്കൊരു ഐഡിയ. അയാളുടെ കയ്യിലുള്ള പൂ എനിക്ക് തരാൻ പറ. ഞാനിത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് വിശക്കുമ്പോ നീ കഴിക്കോ അത് മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ? പ്രേമിക്കുന്നത് നീ, കല്യാണം കഴിക്കാൻ പോകുന്നത് നീ. പൂവ് നീ തന്നെ പറിച്ച് നീ തന്നെ വെക്കണം. വാ നടക്ക്. ദാ നോക്ക്, അതാണ് ബ്രഹ്മകമലം. സൂക്ഷിച്ച്, അത് ഐസ് പിടിച്ച. സിറ്റിയിലുള്ള സിമന്റ് ബ്രിഡ്ജിനേക്കാളൊക്കെ ഇത് ശരിക്കും സ്ട്രോങ് ആ. നിനക്ക് കുറച്ച് വട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഏയ്, എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, പിന്നെ ട്രൈ ചെയ്യും. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ചെല്ലു. ഒന്നും പറ്റിയില്ലല്ലോ, സാരമില്ല, പേടിക്കണ്ട. എനിക്ക് പേടിയാവുന്നു. ഏയ്, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇത്തവണ നീ പറിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ വീണില്ലെങ്കിലും ഞാനെടുത്ത് എറിയും. ചെല്ലേ, ട്രൈ ചെയ്യ്. നിനക്കെല്ലാം തടസ്സങ്ങളാ. നിന്റെ ഈ ലവ് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രേമം സക്സസ് ആവാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. In the night, so young, and when the stars are high, you're like a bright sunshine. You are my ikatara, 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 oh girl, yeah. In your hazel eyes, I see my world that glows. You like my darling, dear, come here, oh. Jane, jana, 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 oh, oh. I like the way you looking at me, oh baby. Hey, Mr. Playboy, showtime, now go your way. Be with me here and tell me what you have to say. The music is pumping up the floor all day. Come on, bounce it, bounce it, bounce it, bounce it away. Let it break it, groove it, move it, sing and sway. Come on, bounce it, bounce it, bounce it, bounce it away. Let it break it, groove it, move it, sing and sway. Come a little closer, hey sir, dancer, now answer, let's go, G-O, go, go. Wanna see the freak show, too slow, tango, no, 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 all say, rock and roll. Pretty girl, I'm losing out my mind, someone rescue me. Baby doll, I want it one more last time. I like the way you looking at me, oh baby. Hey, Mr. Playboy, showtime, now go your way. Be with me here and tell me what you have to say. The music is pumping up the floor all day. Come on, bounce it, bounce it, bounce it, bounce it away. Let it break it, groove it, move it, sing
bounce it away. Let it break it, groove it, move it. Sing and sway. Come on, bounce it, bounce it, bounce it. Bounce it away. Let it break it, groove it, move it. Sing and sway. Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om. ബദ്രിയുടെ അറിയില്ല ഗുരുജി, രാത്രി മുതലേ കാണാനില്ല. ഒന്ന് അന്വേഷിച്ചേക്ക്. എന്റെ മുത്തച്ഛൻ ബദ്രിയോട് പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. എന്താടാ ക്ഷേത്ര കാവലിൽ നിൽക്കുന്ന ആ ഗൂർഖ നീയാണോ? വെറും ഗൂർഖയാണെന്ന് കരുതി മുന്നോട്ട് വന്ന നിന്റെ തല ഞാൻ അർത്തെടുക്കും. അളകനന്ദ, നീ പോയി നിന്നെ സ്നേഹിക്കുന്നവനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ജ്യോതി ദർശനം ചെയ്തോ? ആരാ തടയാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പോയിക്കോ. ഞാൻ പോവില്ല. എന്താ 6 മാസം കഴിഞ്ഞിവിടെ വരാനും ഇവരെന്നെ സമ്മതിക്കില്ല. നീ എന്നെ കൊണ്ടുവന്ന് ദർശനം ചെയ്യിക്കുന്ന ഉറപ്പ് പറഞ്ഞ ഞാൻ പോവും. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛൻ, ഇവന്റെ അമ്മ, ഇവന്റെ അമ്മായച്ചൻ, അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെയൊക്കെ നെഞ്ച് തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. ഉറപ്പിച്ചോ? വേഗം വയ്ക്കോ. अपना अपना नाम फूलों पर लिख दीजिए. Yeah.
सेलिब्रेशन ब्रह्मा कमल के साथ आज हुई है, वो 6 महीने के बाद ज्योति दर्शन करने से अपने अपने मनोकामनाएं पूर्ण सिद्ध होती है। ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭീഷ്മനാരായണ സ്വാമിയിൽ നിന്നും ഭദ്രയെ മോദിപ്പിച്ച് എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ. ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യ അപേക്ഷയാണ്. ബദ്രിയെ തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്തിരുത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ. ഇവനെ മനുഷ്യർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ ബലഹീനത ദൈവം മാത്രമാണ്. संकर्षण सत्य निर्घोषण वेदवाग्भूषण बद्रीनारायण विश्व परिपोषण विबुध परितोषण चक्रकरभूषण पद्मशरलोचन पापदिग्मोचन बद्रीनारायण 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 अनय विच्छेदन विनय सम्मूर्छन अनुज दुष्टगण संहरण रणभीषण धर्म संस्थापना धुर्य नारायण दुरित संत्रास संक्लेश निःशेषण प्रबल परिबन्धन कुटिल निपुभञ्जन बद्रीनारायण 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 ഭദ്രേ, ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ലേ? നിന്റെ പ്രാർത്ഥന സഫലമാവാൻ വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ല. തീർത്ഥാടനത്തിന് ബദ്രീനാഥിൽ വരുന്ന പെണ്ണുങ്ങളെ പ്രേമിക്കാൻ നോക്കുന്നോടാ. ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇങ്ങോട്ട് വാ. അവൻ ചത്തു. വാ, വേഗം രക്ഷപ്പെടാം. പറയുന്ന കേൾക്ക്. വാ, വരാൻ. ഇങ്ങോട്ട് വരാൻ. വരാനാ പറഞ്ഞത്. അളകനന്ദ അളകനന്ദ चिरंजीव 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 सुखी भव सुखी भव सुखी भव चिरंजीव 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 सुखी भव सुखी भव सुखी भव ജന്മങ്ങൾ ജീവിക്കും ഞാൻ, അന്നും നിന്നെ സ്നേഹിക്കും ഞാൻ, കാണാദൂരെ കാത്തിരിക്കും സഖിയേ ശൃംഗാര
ചിരി കാട്ടി നീ നെഞ്ചോരം ചിറകാട്ടി നീ തങ്കക്കൊലുസായി ഇളകി വരുന്നൻ സഖിയേ നിന്നും കൂടിയിരിക്കാം നിന്നിഴലായി കൂടെ നടക്കാം ഞാൻ അറിയാതെ മോഹിച്ചതറിയുന്നു നീ ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ കൊഞ്ചും മണി മൊഞ്ചുള്ളൊരു പുഞ്ചിരിയാൽ നീ എന്നെ മയക്കി തീരാമണി മഞ്ഞിൻ തേൻ തുള്ളികളായി നെഞ്ചിൽ ഒളി തഞ്ചുന്നൊരു ചന്ദ്രനായി നീ എന്നെ ഉണർത്തി സുഖമുള്ളൊരു വിരഹത്തിൻ പകലുകളായി മനസ്സിലെ മണിമാനം തെളിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകും ഞാൻ അന്നെല്ലാം ചോദിക്കും ഞാൻ കണ്ണില്ലെങ്കിൽ കവരും ഞാൻ പുഴയായി നിന്റെ വഴി നീളെ ഒഴുകിടും ഞാൻ ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ ജന്മങ്ങൾ ജീവിക്കും ഞാൻ അന്നും നിന്നെ സ്നേഹിക്കും ഞാൻ കാണാദൂരെ കാത്തിരിക്കും സഖിയേ ശൃംഗാരച്ചിരി കാട്ടി നീ നെഞ്ചോരം ചിറകാട്ടി നീ തങ്കക്കൊലുസായി ഇളകി വരുന്നൻ സഖിയേ ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ മാത്രമേ പോവുകയുള്ളൂ. തലയോടെ തിരികെ പോകാമെന്ന് തന്റെ ഇടമുള്ള ഒരു വള. ഭഗവാന്റെ അടുത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. തടയാൻ നോക്കരുത്. ഭഗവാന്റെ അടുത്തുകൊണ്ടുപോയി ഭജന വരുത്താൻ അളകനന്ദ എന്താ വല്ല ബ്രഹ്മചാരിയോ സ്വാമിയോ മറ്റോ ആണോ? ഇവന്റെ ഭാര്യ ആകേണ്ടവളാ. ഏയ്, നിങ്ങളോട് സംസാരിച്ചിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. കണ്ണിൻ കൂട്ടിനാലെ ഞാൻ നിന്നെ കൂട്ടിലാക്കി ഞാൻ കാണാ കോട്ട കെട്ടി ഞാൻ നിന്നെ കെട്ടിയിട്ട് ഞാൻ എന്നോ എന്നിട നെഞ്ചിൽ വന്നു കള്ളക്കണ്ണൻ ബദരീനാഥ് നാട് 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 നീ എൻ ബദരീനാഥ് നാട് 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 എന്നും ബദരീനാഥ് നാട് 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 നാടൻ ബദരീനാഥ് നാട് 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 എന്റെ ഹീറോ ബദരീനാഥ് കണ്ണും പൂട്ടി വന്നേ ഞാൻ നിന്റെ കൂട്ടിൽ വീണേ ഞാൻ ആകെ വെട്ടിലായേ ഞാൻ കയ്യിൽ പെട്ടുപോയേ ഞാൻ ഇവളൊരു വല വല പൊന്മല വലയിൽ പെട്ടൊരു സിംഹക്കുട്ടി ഞാൻ ഹൈ നാഥ് നാഥ് ഹൈ നാഥ് നാഥ് ഹൈ നാഥ് 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 ഞാൻ നിൻ ബദരീനാഥ് നാഥ് 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 നിന്റെ ബദരീനാഥ് നാഥ് 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 ഹീറോ ബദരീനാഥ് നാഥ് 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 നിന്റെ നാഥൻ ബദരീനാഥ് എൻ സ്വപ്നമാകെ തേൻകുന്തിരി പൂക്കുന്നേ പാലാഴി പോലെ പാൽപുഞ്ചിരി പതയുന്നേ കടലായി നെഞ്ചം തിരതുള്ളിച്ചാടുന്നേ കവിളിൽ തലോടാം ഒളിമകളായി ഞാൻ വന്നേ ആരെ വിളിച്ചാൽ കൂടെ പോരാൻ പേടി എനിക്കില്ലല്ലോ ഓടി വരും നീ പാടത്തെ കിളി എന്നെന്നും നിൻ കൂടെ കൂടാ നാട് നാട് ഹേയ് നാട് 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 നീ എൻ ബദരീനാഥ് നാട് 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 എന്റെ നാടൻ ബദരീനാഥ് നാഥ് 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 ഞാൻ നിൻ ബദരീനാഥ് നാഥ് 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 നിന്റെ ഹീറോ ബദരീനാഥ്
ഏയ് മാസ്റ്റർ, ഈ മ്യൂസിക്കിൽ ഞാൻ വേറൊരു സ്റ്റെപ്പ് കാണിക്കട്ടെ. നീ പൂത്തുലഞ്ഞാൽ അഴകെല്ലാം നുകരാനായി പൊളി മിന്നും കരിവണ്ടായി വന്നണയാം ചുണ്ടിൽ ഞാൻ. എല്ലാം എല്ലാമല്ലേ എൻ ചെല്ലച്ചെറുമണി മുല്ലേ, പുല്ലാങ്കുഴലും നൂതി ഞാൻ വന്നു വെൺമണി മുല്ലേ മുല്ലേ. നാഥ് 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 ഞാൻ നിൻ ബദരീനാഥ്. നാഥ് 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 നിന്റെ ഹീറോ ബദരീനാഥ്.